സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഫോർ അവർ ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എപ്പിസോഡ് നമ്പർ 2 ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അതായത് വീഡിയോ വന്നിട്ടുണ്ടായിരിക്കും ഹാർഡ് കോറിൻ്റെ. സോ അപ്പോൾ ഞാൻ ഇന്ന് നല്ലപോലെ തന്നെ സ്റ്റാക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു കേവും ഞാൻ സ്ട്രിപ്പ് മൈനും തുടങ്ങിയായിരുന്നു. അത്യാവശ്യം നല്ലപോലെ തന്നെ ഞാൻ സെറ്റായിട്ടിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രീ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇവിടെ വളർന്നു നിൽക്കുന്നുണ്ട്. ഇത് വേറെ ട്രീ ആണ്. ഇതുപോലെ തന്നെ ഞാൻ 2-3 ട്രീ ഇവിടെ വരുത്തി. എൻ്റെ ആക്സ് ഒക്കെ പൊട്ടി. സോ പഴയ ടൂൾസൊക്കെയാണ് ഇരിക്കുന്നത്. സോ മെറ്റീരിയൽസ് ഫുള്ള് ഞാൻ വേണ്ടത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാർക്കോളൊക്കെ വെച്ച് ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി വന്ന അയണിങ്ങോട്ട് വെച്ച് ഞാൻ കുറച്ച് ലാൻഡ് ചെയ്യണം. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ. സോ സാൻഡ് വരെ കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയായിരുന്നു. ലൈക്ക് എൻ്റെ സ്ട്രിപ്പ് മൈന് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. സോ ഞാൻ എന്തായാലും പ്രിറ്റി ക്വിക്കായിട്ട് തന്നെ ചെയ്യും. നമ്മുടെ ഹൗസ് വരാൻ പോകുന്ന അവിടെ ആയിരിക്കും. എൻ്റെ മെറ്റീരിയൽസ് ഫുള്ള് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിരുന്ന് കാണാൻ നമുക്കത് ഫുള്ള് ബിൽഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ഫ്ലാഷ് ബാക്ക് മോഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്മൂത്തായിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൗസ് ബിൽഡ് ചെയ്തേ. സോ അപ്പോൾ അതായിരിക്കും. പിന്നെ ഇതാണ് എൻ്റെ കേവ് എന്ന് പറയുന്നത്, ആ സ്ട്രിപ്പ് മൈന്. സോ അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫിക്കേഷൻ വരുത്താനുണ്ട്. ഇത് ഞാൻ പോയി നോക്കിയായിരുന്നു. അത് ഡെഡ് എൻഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടോ, ഡെഡ് എൻഡ് ആണ്. ലൈക്ക് അവിടെ ഒന്നുമില്ല. സോ അവിടുന്ന് തുടങ്ങിയാലും മതിയായിരുന്നു. പക്ഷെ നമുക്ക് സ്ട്രിപ്പ് മൈൻ എന്ന് പറയുമ്പം വെളിയിൽ നിന്ന് കാണണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ബേസിൻ്റെ ഐഡിയ ഞാൻ ക്രിയേറ്റീവ് മോഡിലിട്ടായിരുന്നു ഫുള്ള് ബിൽഡ് ചെയ്തേ. സോ അപ്പോൾ ക്രിയേറ്റീവ് മോഡിൽ നിന്ന് ഞാൻ ഇവിടം വരെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നൗ ഞാൻ ഇത് കാണിച്ചു തരാം. ഇവിടെ താഴോട്ട് വന്നു കഴിയുമ്പോഴാണ് സീൻ സംഭവം. അതായത് ഇതിൻ്റെ അടിയിൽ ഒരു കിടിലൻ കേവാണ്. കിടിലൻ കേവ്. ഇവിടെ കുറച്ച് ഓറൊക്കെ എടുത്തായിരുന്നു. ഈ കേവിന് അകത്തോട്ട് പോകുന്ന ഭാഗം കൂടെ ഉണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഞാനൊരു സ്പൈഡർ സ്പോണർ കണ്ടുപിടിച്ചായിരുന്നു. അതിവിടെയല്ല, അത് വേറെ എൻ്റെ ബേസിൻ്റെ അടുത്താണ്. നമുക്ക് അവിടെ നടച്ചു വെക്കാനുണ്ട്. അല്ലെങ്കിൽ അവന്മാർ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് രാത്രിയിൽ. ഇതൊക്കെ ഞാൻ ഇതെടുത്ത് തന്നെയാണ്. അവിടെ ഞാൻ ടോർച്ചൊന്നും വെച്ചിട്ടില്ല. സോ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ക്രൗച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നേരെ താഴോട്ട് പോകത്തില്ല. സോ ഇത് ഞാൻ ഫുള്ള് ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇത് ഫുള്ള് ലൈക്ക് ഈ താഴോട്ടുള്ള ഭാഗം ഫുള്ള് ഞാൻ ഈ അയണൊക്കെ എടുക്കാറുണ്ട് ഇവിടുന്ന്. അതൊക്കെ ഞാൻ എടുക്കാൻ വഴിയേ. ഇതൊരു വാർഡൻ്റെ ഇതാണ് സംഭവം. മറ്റേ സംഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് വാർഡൻ്റെ ഇതുണ്ട് ഇവിടെ, ആ സംഭവം. ആൻഡ് ഇവിടെ എമറാൾഡ് ഉണ്ട്. കുറേ ഓർസും കാര്യങ്ങളും ഉണ്ട്. ഡീപ്പ് സ്ലൈറ്റ് ലെവൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഡീപ്പ് സ്ലൈറ്റ് അല്ല. നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ മോബ്സ് പെട്ടെന്ന് സ്പോണാവും. ഞാൻ ഒന്നാമതെ വലുതായിട്ടൊന്നും സ്റ്റാഗ്ഡ് അല്ല. ഞാൻ കുറച്ചതിനൊക്കെ ഇവിടുന്ന് മൈൻഡ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി നോക്കിയാൽ ഇഷ്ടം പോലെ ആണ് ഇവിടെ കണ്ടോയിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ലൈക്ക് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുവാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ അടയാളത്തിന് ടോർച്ച് വെക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അവിടെ ലൈറ്റിങ് ചെയ്യും. ഇത് ഞാൻ മനഃപൂർവ്വം എടുക്കാഞ്ഞായിരുന്നു. കയറി മൈൻഡ് ചെയ്തപ്പം ഞാൻ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി വഴി ഉണ്ടാക്കിയോണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. നേരെ മണ്ടയിലോട്ട് പോവാം. സോ മണ്ടയിലെത്തിയിട്ട് കാണാം. സോ അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഹൗസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലൈക്ക് പറഞ്ഞു വരികയാണെങ്കിൽ നമുക്കിതിൻ്റെ ബേസ് സെറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഈ സ്ഥലം ക്ലിയർ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലൈക്ക് ഈ ബേസിനകത്ത് തന്നെ കുറേ ടൺസ് ഓഫ് കാര്യങ്ങൾ തന്നെ ചെയ്യാനുണ്ട്. അതുമല്ല എൻ്റെ കയ്യിലിരിക്കുന്ന റിസോഴ്സസ് പോരാ, കുറേ സാധനങ്ങൾ പിന്നെ പോയി കളക്ട് ചെയ്യാനുണ്ട്. ഇതെല്ലാം കാണിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ നേരെ ഫ്ലാഷ് ബാക്ക് മോഡ് ഓൺ ആക്കി ഇട്ടിട്ട് നിങ്ങൾ അത് കണ്ടോളുക. ആ ടൈമും കൊണ്ട് ഞാൻ റിസോഴ്സസും കളക്ട് ചെയ്യാം. സോ യാ, ലെറ്റ്സ് സ്റ്റാർട്ട്.
സോ ഗൈസ്, ജസ്റ്റ് ഒരു കാര്യം പറയാനാണ്. അതായത് ഞാൻ നേരത്തെ കാണിച്ച ഫ്ലാഷ് ബാക്ക് മോഡിനകത്തെ ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ തോന്നുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഫ്ലാഷ് ബാക്ക് മോഡിലെ പോസ് ആൻഡ് റീസൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ജസ്റ്റ് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചീറ്റ് ചെയ്തൊന്നുമല്ല, ജസ്റ്റ് പോസ് ആൻഡ് റീസൂം ആണ്. ഓക്കെ, ബേസിൻ്റെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ റീപ്ലേ മോഡ് കണ്ട് കാണും. അതുപോലെ തന്നെ നമ്മുടെ ഫുള്ള് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഫെൻസും കൂടെ വെക്കാനുണ്ട്, ഞാൻ അത് ഓർത്തില്ല. അപ്പോൾ എൻ്റെ ബേസിന് ചുറ്റും ഒരു സോമി നടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മണ്ടയിൽ കയറി നിന്നത്. ലൈക്ക് ഫുള്ളി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ലൈക്ക് റൂഫ് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടെങ്കിലും ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആണ്. എൻ്റെ റൂഫ് കൊള്ളത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ എവിടെയോ ലൈക്ക് ഈ ഭാഗം കണ്ടോ, ഇതെനിക്ക് ഫിക്സ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ പഠിച്ച അങ്ങനെ എന്തോ സംഭവമില്ലേ, അത് ഫുള്ള് ഞാൻ ഇറക്കി നോക്കി. ലൈക്ക് നോ രക്ഷ ബ്രോ. ലൈക്ക് ഞാൻ ഫുള്ള് നോക്കി. ലൈക്ക് ഇതിൻ്റെ മണ്ടേ കയറാൻ തന്നെ നല്ല പാടാണ്. ലൈക്ക് ഇതിനെ മണ്ടേ കയറിയിട്ട് വേണം അങ്ങോട്ട് വരാൻ. ആൻഡ് എൻ്റെ ഫാം ഇവിടെ ഓക്കെയാണ്. ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് ആയി. ഇത് ജസ്റ്റ് റെഫറൻസ് നോക്കിയപ്പോൾ അതിൽ കണ്ട പോലെ ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. എൻ്റെ ഇതെല്ലാം അതിനകത്തോട്ടാക്കണം. അപ്പോൾ അത് ഞാൻ ക്വിക്ക്ലി ഒന്ന് കാണിച്ചാൽ. ചാർക്കോളും പിന്നെ കുറേ കോളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ബാരൽ വേണം. ട്രാപ്പ് ഡോറ് കുറച്ച് ഇതൊക്കെ ഇരുന്നോട്ടെ. ലൈക്ക് ബ്രോ just like this and just അവിടെ വരും. നെക്സ്റ്റ് ഫർണീസ് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ട്രാപ്പ് ഡോർ ഇവിടെ വെച്ച് കൊടുക്കാം. കുറച്ച് സൈൻ വേണ്ട. ഇനി നമുക്ക് ബാരലുണ്ട്, നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. ഇത് മതി, ഇതൊക്കെയാണ്. അപ്പൊ ഇവിടുത്തെ എല്ലാം ഓക്കെയാന്ന് തോന്നുന്നു. ഇത് ഓക്കെയാണ്. ഇതൊക്കെയാണ്. ഇത് മതി, ഇതാണ് ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ചെന്നേ ഉള്ളൂ. പിന്നീട് നമുക്ക് ഇതിന് ഓരോ പേരൊക്കെ കൊടുക്കാം, സെറ്റാക്കാം. ലൈക്ക് ഇപ്പോഴത്തേക്കിന് ഞാൻ ജസ്റ്റ് എൻ്റെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് എവിടെയെങ്കിലും വെക്കണം. ഇവിടെ വെക്കാം. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഫ്രീ റൂം വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു റൂമായിട്ട് എടുക്കാം.
ഇപ്പം വേണ്ട, നമുക്ക് പിന്നീട് എപ്പോഴേലും ഭാവിയിൽ എടുക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കാര്യം എഡിറ്റ് ചെയ്യാനുണ്ട്, അപ്ലോഡ് ചെയ്യണം നാളെ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റ, ബൈ 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 ബൈ, സീ യു.